പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി നിയമസഹായം തേടിയെത്തുമ്പോൾ സർക്കാർ പ്ലീഡർ തന്നെ വീണ്ടും പീഡിപ്പിക്കുക. ഇതിന്റെ തെളിവുമായി നിയമപാലകരെ സമീപിച്ചിട്ടും പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. എന്തൊരു അനീതിയാണിത്! മുൻ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന് എന്തുകൊണ്ടാണ് ഇത്ര പ്രിവിലേജ് പോലീസ് നൽകുന്നത്? ബലാത്സംഗ പരാതിയിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്തിട്ട് 2 മാസം കഴിയുന്നു. ആദ്യം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. 10 ദിവസത്തിനകം കീഴടങ്ങാൻ ഡിസംബർ 22-ന് ഉത്തരവിട്ടു. സുപ്രീം കോടതിയെ സമീപിക്കാൻ വീണ്ടും 10 ദിവസം കൂടി കിട്ടി. ഇന്ന് സുപ്രീം കോടതിയും മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. 10 ദിവസത്തിനകം കീഴടങ്ങാനാണ് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുള്ളത്. ഇത്ര നാളായിട്ടും പോലീസ് എന്തു ചെയ്തു? പ്രതി ഒളിവിലാണ് എന്ന് പറഞ്ഞ് ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി കാത്തിരുന്നു, മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതും കാത്ത്. എന്നാൽ ഓർക്കണം, ഹൈക്കോടതി 3 വട്ടം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി വരും വരെ കാത്തു നിൽക്കാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ പരിശോധിക്കേണ്ടത് മനുവിനെതിരായ പരാതി എത്രത്തോളം ഗൗരവതരമാണ് എന്നതാണ്. ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി നീതിക്കായി സർക്കാർ പ്ലീഡർക്ക് മുന്നിൽ വന്നപ്പോൾ ഓഫീസിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. പിന്നീട് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യുന്നു. നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി. ചോറ്റാനിക്കര സ്റ്റേഷനിൽ തനിക്ക് വേണ്ടപ്പെട്ടവരാണുള്ളതെന്ന ഹുങ്കും പെൺകുട്ടിക്ക് മുന്നിൽ മനു കാണിച്ചു. മനു പറഞ്ഞതുപോലെ ചോറ്റാനിക്കര പോലീസ് ഒത്തുകളിക്കുന്നു എന്നാണ് പെൺകുട്ടി ആരോപിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGPക്കും പെൺകുട്ടിയുടെ കുടുംബം പരാതി കൊടുത്തു. ജഡ്ജിമാരുടെ പാനലിലുള്ള തന്നെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നു എന്ന മനുവിന്റെ വാദമൊന്നും നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടാനുള്ള ന്യായീകരണമല്ല.